നമസ്കാരം. മഹാരാഷ്ട്രയിലെ ജൽഗാവ് ജില്ലയിൽ കർണാടക എക്സ്പ്രസ് ഇടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചത് 11 പേർ. പുഷ്പക് എക്സ്പ്രസിലെ യാത്രക്കാർ ട്രെയിനിന്റെ ചക്രങ്ങളിൽ നിന്ന് പുക ഉയർന്നതിനെ തുടർന്ന് തീപിടുത്തമുണ്ടാകുമെന്ന് ഭയന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ തിടുക്കത്തിൽ ട്രാക്കിലേക്ക് ചാടിയതാണ് ദുരന്തത്തിന് വഴിയൊരുക്കിയത്. പാളത്തിലേക്ക് ചാടിയ യാത്രക്കാരെ എതിർദിശയിൽ വന്ന കർണാടക എക്സ്പ്രസ് ഇടിക്കുകയായിരുന്നു. 8ഓളം യാത്രക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റെന്നാണ് റിപ്പോർട്ട്. മഹേജിക്കും പർദാഡെ സ്റ്റേഷനും ഇടയിൽ പച്ചോറയിലാണ് ബുധനാഴ്ച വൈകിട്ട് 5-ന് അപകടമുണ്ടായത്. ലക്നൌവിനും മുംബൈക്കും ഇടയിൽ സർവീസ് നടത്തുന്ന പുഷ്പക് ഡെയിലി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിൽ തീപിടിച്ചെന്ന അഭ്യൂഹത്തെ തുടർന്ന് യാത്രക്കാരിൽ ഒരാൾ അപായച്ചങ്ങളെ വലിച്ചതിനെ തുടർന്ന് ട്രെയിൻ നിൽക്കുകയായിരുന്നു. പിന്നാലെ അടുത്ത ട്രാക്കിലേക്ക് ഇറങ്ങിയ യാത്രക്കാരെയാണ് എതിർദിശയിൽ വന്ന കർണാടക എക്സ്പ്രസ് ട്രെയിൻ ഇടിച്ചതെന്ന് സെൻട്രൽ റെയിൽവേ വക്താവ് അറിയിച്ചു. മുംബൈയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയാണ് പച്ചോറ. അപകടത്തിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അനുശോചനം അറിയിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ റെയിൽവേ ഉദ്യോഗസ്ഥർ അപകട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സഹായിക്കാൻ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തകരും സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതേസമയം പുഷ്പക് എക്സ്പ്രസിൽ തീപിടിച്ചുവെന്ന വിവരം വ്യാജമാണെന്നും സൂചനകളുണ്ട്. തീവണ്ടിയുടെ വേഗം കുറഞ്ഞപ്പോൾ ചക്രത്തിൽ നിന്ന് പുക ഉയർന്നതാണെന്നും ഇത് കണ്ട് തീപിടിച്ചതാണെന്നും തെറ്റിദ്ധരിച്ചായിരുന്നു ഇവർ ചാടിയത്. എന്നാൽ തീവണ്ടിയിൽ തീപിടുത്തം ഉണ്ടായി എന്ന വിവരം റെയിൽവേ സ്ഥിരീകരിച്ചിട്ടില്ല. 25ഓളം ആളുകളാണ് ഇത്തരത്തിൽ ചാടിയത്. ഇവർ ചാടിയ ഉടനെ എതിർദിശയിലെ ട്രാക്കിലൂടെ വന്ന കർണാടക എക്സ്പ്രസ് ഇടിച്ചാണ് 8 പേർ മരിച്ചത്. 16ഓളം പേരെയാണ് ട്രെയിൻ ഇടിച്ചതെന്നാണ് വിവരങ്ങൾ.